നമസ്കാരം. ഓ നമോ ഭഗവതേ വാസുദേവായ. വ്രതങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായ ഏകാദശികളിൽ ഏറ്റവും പുണ്യമായ സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി ധനുമാസത്തിലെ ശുക്ലപക്ഷത്തിൽ സ്വർഗവാതിൽ ഏകാദശി ആചരിക്കുന്നത്. സാധാരണ 24 ഏകാദശിയാണ് ഒരു വർഷം വരുന്നത്. അത് തിഥിയുടെ ഏറ്റക്കുറിച്ചിൽ വരുമ്പോൾ 25 ഏകാദശികൾ വരാറുണ്ട് ഒരു വർഷത്തിൽ. ഒരു തവണ വ്രതമെടുത്താൽ തന്നെ അളവറ്റ പുണ്യമാണ് ഏകാദശിയിലൂടെ ലഭിക്കുക. അപ്പോൾ കൃത്യമായി എല്ലാ ഏകാദശിയും പാലിച്ചാലും ഏകാദശേന്ദ്രിയൈ പാപം യത് കൃതം ഭവതി പ്രഭോ ഏകാദശോപവാസേന തത്സർവം വിലയം വജ്രേത് എന്ന ശ്ലോകത്തിലൂടെ കയ്യ്, കാല്, വായ, ഗുഹ്യം, ഗുദം, കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്, മനസ്സ് എന്നീ 11 ഇന്ദ്രിയങ്ങളെ കൊണ്ട് ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും ഏകാദശി വ്രതത്തിലൂടെ മാറുമെന്നാണ്. ഈ വ്രതം എടുത്താൽ വിഷ്ണുപ്രീതിയിലൂടെ എല്ലാവിധ ഭൗതിക സുഖങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ്. പുരാണ ഇതിഹാസങ്ങൾ പ്രകാരം മോക്ഷദായകമായ മൂർത്തിയും വിഷ്ണു ഭഗവാൻ തന്നെയാണ്. ഇപ്രാവശ്യത്തെ ഏകാദശി വ്രതത്തോടനുബന്ധിച്ച് ഒരുപാട് ആശങ്കകൾ ഒരുപാട് പേർക്കുണ്ട്. ചിലർ ഡിസംബർ 30-ാം തീയതി ആണ് വ്രതം എടുക്കുന്നത്. എന്നാൽ കേരളത്തിൽ ഉള്ളവർ, പ്രത്യേകിച്ച് ഇങ്ങ് തിരുവനന്തപുരത്ത് ഉള്ളവർ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും മറ്റുമൊക്കെ ഉള്ള കണക്കനുസരിച്ച് 31-ാം തീയതി ഡിസംബർ 31-ാം തീയതിയാണ് സ്വർഗവാതിൽ ഏകാദശി വ്രതം ആചരിക്കുന്നത്. ഏകാദശി വ്രതത്തിന്റെ നിയമമനുസരിച്ച് സൂര്യോദയത്തിൽ ഏകാദശി വന്നാൽ മാത്രമേ ആചരണം പാടുള്ളൂ എന്നാണ്. ഈ വർഷത്തെ കലണ്ടറിൽ ഡിസംബർ 30-നാണ് ഏകാദശി ഉള്ളത്. അന്നേ ദിവസം ഉദയത്തിന് 2 നാഴിക 59 വിനാഴി ദശമി തിഥിയാണ്. വൈഷ്ണവ സമ്പ്രദായത്തിൽ ശുദ്ധം അശുദ്ധം എന്ന 2 വിധം ഏകാദശികളെ കണക്കാക്കുന്നുണ്ട്. ഇതിൽ ദശമി സൂര്യോദയത്തിൽ വരുന്നത് അശുദ്ധം എന്ന് കണക്കാക്കുന്നതിനാൽ അതിനെ ഉപേക്ഷിച്ച് ദ്വാദശിയെ ഉപാസിക്കുന്നു. അതുകൊണ്ട് സ്വർഗവാതിൽ ഏകാദശി 31-ന് ആചരിക്കുകയാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഏകാദശി അനുസരിച്ച് ഡിസംബർ 31-നാണ് ഞാൻ ഏകാദശി നോക്കുന്നത്. ഡിസംബർ 30-ന് ഏകാദശി നോറ്റവരുമുണ്ട്. അത് അവരവരുടെ ഉചിതമനുസരിച്ച് ചെയ്യാവുന്ന കാര്യമാണ്. സ്വർഗവാതിൽ തൊഴുക എന്ന് പറഞ്ഞാൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നവർ മുൻവശത്തെ വാതിൽ കൂടി കടന്ന് മറുവശത്തെ വാതിൽ കൂടി ഇറങ്ങുന്നതാണ് എന്നും അതുപോലെ തന്നെയാണ് ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നൽകുന്നത്. എന്നാൽ അന്നേ ദിവസം പ്രത്യേക രീതിയിൽ വാതിലുകൾ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടാവും. അതിൽ കൂടി കയറി ദർശനം കഴിഞ്ഞ് മറുവശത്തെ വാതിലിൽ കൂടി പുറത്തേക്ക് ഇറങ്ങുക എന്നതാണ്. ഭഗവാനെ ദർശനം നടത്തി മറുവാതിൽ കൂടി കടക്കുന്നതോടുകൂടി സ്വർഗവാതിൽ കടന്നു എന്നാണ് വിശ്വാസം. മഹാഭാരതത്തിലെ ഏറെ പ്രാധാന്യമുള്ള മനഃശാസ്ത്ര തത്വോപദേശമായ ഭഗവത്ഗീത ഉപദേശിച്ചത് ഒരു ഏകാദശി നാളിൽ ആണെന്ന് പറയപ്പെടുന്നുണ്ട്. അത് ധനുമാസത്തിലെ ഏകാദശി ആണ് എന്നും പറയപ്പെടുന്നുണ്ട്. മനുഷ്യന്റെ ദുഃഖഭാരങ്ങൾ തീർത്ത് മോക്ഷം നൽകുന്ന ഈ ഏകാദശി വളരെയേറെ പ്രാധാന്യമുള്ളതാണെന്ന് പറയപ്പെടുന്നത്. കാരണം അവിൽപൊതിയുമായി ശ്രീകൃഷ്ണ ഭഗവാന്റെ അരികിലെത്തിയ കുചേലനെ കുബേരനാക്കിയതും ഈ സ്വർഗവാതിൽ ഏകാദശി ദിവസമാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഇനി ഏകാദശിയോടനുബന്ധിച്ച് ഏകാദശി ദേവി ഉദ്ഭവിച്ചതിനെ കുറിച്ചുള്ള വൃത്തകഥ പറയാം. വൃത്തകഥ പറയുന്നതും കേൾക്കുന്നതും അതീവ പുണ്യകരമാണ്. ഈ ഏകാദശി നാളിൽ പണ്ട് മുരൻ എന്നു പേരുള്ള ഒരു അസുരൻ ഉണ്ടായിരുന്നു. അവൻ ദേവന്മാരെയും ഋഷികളെയും വളരെയധികം ഉപദ്രവിച്ചിരുന്നു. സഹികെട്ട ദേവന്മാർ മഹാവിഷ്ണുവോട് സഹായം അഭ്യർത്ഥിച്ചു. മുരനുമായി വിഷ്ണു യുദ്ധം ആരംഭിച്ചു. വളരെയേറെ വർഷങ്ങൾ ആ യുദ്ധം നീണ്ടുപോയി. എന്നാൽ നീണ്ടുനിന്ന യുദ്ധത്തിനു ശേഷവും മുരനുമായുള്ള വിജയം അനിശ്ചിതമായിട്ട് തുടരുകയായിരുന്നു. യുദ്ധത്തിനിടയിൽ അല്പം വിശ്രമിക്കുവാനായിട്ട് ഭഗവാൻ ബദ്രിയാശ്രമത്തിലെ ഒരു ഗുഹയിൽ പോയി ഉറങ്ങി. ഭഗവാൻ ഉറങ്ങുന്നത് കണ്ട് മുരൻ അദ്ദേഹത്തെ വധിക്കുവാനായിട്ട് അവിടേക്ക് ചെന്നു. മുരൻ വിഷ്ണുവിനെ ആക്രമിക്കാൻ ഒരുങ്ങിയപ്പോൾ ഭഗവാന്റെ ചൈതന്യത്തിൽ നിന്ന് തേജസ്വിയായ ഒരു പെൺകുട്ടി ഉദ്ഭവിച്ചു. അവൾ മുരനുമായിട്ട് യുദ്ധം ചെയ്യുകയും അവനെ വധിക്കുകയും ചെയ്തു. ഉറക്കമുണർന്ന വിഷ്ണു സന്തോഷമാവുകയും ആ പെൺകുട്ടിക്ക് ഏകാദശി എന്ന് പേരിടുകയും ചെയ്തു. എന്താണോ ആഗ്രഹിക്കുന്നത് അത് വരം ചോദിച്ചുകൊള്ളുവാൻ ഭഗവാൻ പറഞ്ഞു. അപ്പോൾ ഈ ദിവസം വ്രതമനുഷ്ഠിക്കുന്നവർക്ക് സകല പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയും അവർക്ക് മോക്ഷം നൽകി വൈകുണ്ഠപ്രാപ്തി ലഭിക്കുകയും വേണമെന്ന് ഏകാദശി ദേവി ആവശ്യപ്പെട്ടു. ഭഗവാൻ ആ വരം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. അതിനാലാണ് ഏകാദശി ദിവസം ദേവിയെ കൂടി ഭജിക്കണം എന്ന് പറയപ്പെടുന്നത്. ഏകാദശി വ്രതം നോക്കേണ്ടത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. അവരവരുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് വ്രതം എടുക്കാവുന്നതാണ്. ഇനി വ്രതം നോക്കാൻ കഴിയാത്തവർ തൊട്ടടുത്തുള്ള വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. അതിനും കഴിയാത്തവർ വീട്ടിൽ ഒരു നെയ്വിളക്കെങ്കിലും കത്തിച്ച് ഒരു തുളസിമാല ഭഗവാനിൽ അർപ്പിച്ച് എത്രത്തോളം വിഷ്ണുനാമങ്ങൾ ചൊല്ലാൻ കഴിയുമോ അത്രത്തോളം ചൊല്ലുക. വിഷ്ണു സഹസ്രനാമം രാവിലെയും വൈകിട്ടും ചൊല്ലാവുന്നതാണ്. ഓ നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശനാമം എത്ര തവണ വേണമെങ്കിലും അർപ്പിച്ച് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. അതുപോലെ തന്നെ ഭഗവാന് തൃക്കൈവെണ്ണ സമർപ്പിക്കാവുന്നതാണ്. അത് അമ്പലത്തിൽ സമർപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഭഗവാന്റെ ശില്പമോ ഫോട്ടോയോ ഉണ്ടെങ്കിൽ അതിൻ്റെ മുന്നിലായിട്ട് കുറച്ച് വെണ്ണ സമർപ്പിക്കാവുന്നതാണ്. ഇനി ഈ പറയുന്ന വിഷ്ണു ഗായത്രി ഒരു 11 തവണ എങ്കിലും ചൊല്ലാവുന്നതാണ്. ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹേ തന്നോ വിഷ്ണു പ്രചോദയാത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു പുതുവർഷം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.